ഗൈസ്, അപ്പോൾ നമ്മളിത് മുംബൈ ഡേ 5 ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ചെറിയ വ്ളോഗാണ്. ഇതിലാകെ ഒരു ഹോട്ടലാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞാൽ മുംബൈയിലെ ടോപ്പസ്റ്റ് ഹോട്ടലാണ്. നല്ല ബ്യൂട്ടിഫുൾ ഹോട്ടലാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മളിതേ എൻ്റെ വൈഫ് നേരെ പുറപ്പെട്ട് പാർക്കിങ്ങിലേക്ക് എത്തി. ചെറിയൊരു 4 മിനിറ്റ് 5 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഈ ഹോട്ടലിലെ പ്രത്യേകത ഒന്ന് കണ്ടുനോക്കാം. അടിപൊളി ഹോട്ടലായിരുന്നു. ഇവിടെ നമുക്ക് എന്തും സെലിബ്രേറ്റ് ചെയ്യാം. വാലൻറ്റൈൻസ് ഡേ, പിന്നെ ബർത്ത്ഡേ, അതും ഇതും എല്ലാം നമുക്ക് സർപ്രൈസ് കൊടുക്കണേ അതും ചെയ്യാം. അപ്പോൾ ദേ ഹോട്ടലാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ കയറി ഉടനെ ഫുൾ ലീവ്സ്, ലൈറ്റ്സ്, പിന്നെ സെലിബ്രിറ്റീസ്, പിന്നെ ഓരോരോ ഫോറിൻ കൺട്രീസിലെ ആൾക്കാർ, അതും ഇതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഗൈസ്, വാട്ടർഫോൾസ് എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളിരിക്കുന്ന ബെഞ്ചിൽ വരെ അടിയിൽ വെള്ളം വെച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ അതേ ഫോട്ടോസ് എടുക്കാനൊരു പാലം, പിന്നെ ലൈറ്റ്സ്, പിന്നെ പാട്ട് പാടാൻ വരെ അവിടെ ആളുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ആ റൗണ്ടിലാണ് അധികവും സെലിബ്രിറ്റീസ് എന്ന് വെച്ചാൽ പരിപാടികൾ ഉണ്ടാവില്ലേ, ആ സെലിബ്രേഷൻ ഉണ്ടാവാൻ. അവിടെ കണ്ടോ, ഹാപ്പി ബർത്ത്ഡേൻ്റെ ഉണ്ടായിരുന്നു, ബർത്ത്ഡേൻ്റെ ഉണ്ട്, വാലൻറ്റൈൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട്, ആനിവേഴ്സറിൻ്റെ ഉണ്ട്. എല്ലാ പരിപാടിയും ആ ഗുഹയിൽ നിന്ന് നടത്തും. എല്ലാത്തതും ഉണ്ട്. കണ്ടോ, ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞത്. അടിപൊളി എന്നെല്ലാം പറഞ്ഞാൽ അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഹോട്ടൽ. ഞാൻ ലൈഫിൽ കണ്ട ഏറ്റവും നല്ല ഹോട്ടലായിട്ട് എനിക്ക് തോന്നിയത്. മുംബൈയിൽ ഇത് ലേറ്റസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലസ് നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മളിരുന്നത് ഒരു നല്ല പ്ലേസിൽ തന്നെയായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് അതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇതേ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളമൊക്കെ പോകുന്നു. അങ്ങനെ ഞാൻ കുറേ പിക്സ് എടുത്തോ, കുറേ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫോട്ടോസ് എടുത്തായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് എനിക്കിവിടെ കണ്ടിട്ട് കണ്ണ് തള്ളിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. ഞാനിങ്ങനെ ഒന്നുകൂടി നോക്കുക, ഈ വെള്ളത്തെ ബട്ടർഫ്ലൈസൊക്കെ തൂക്കി വെച്ചായിരുന്നു. ഓരോരോ ആൾ ഇരിക്കുന്നുണ്ട്. ഹസ്ബൻഡിന് വെയിറ്റ് ചെയ്തിട്ട്, ഒരാളെ വെയിറ്റ് ചെയ്തിട്ട്, മറ്റൊരാളെ വെയിറ്റ് ചെയ്തിട്ട്, അങ്ങനെ കുറേ സെലിബ്രേഷൻസും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ലൈറ്റ്, DJ, അവിടുന്ന് ഏതോ ആൾക്കാരെ പാട്ട് പാടലും അതും ഇതും എല്ലാം കൂടി അടിപൊളി തന്നെയായിരുന്നു സംഭവം. സീന് ഹോട്ടൽ, എക്വേറിയം വരെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം ഇങ്ങനെ ആസ്വദിച്ചു. ഫസ്റ്റ് തന്നെ വന്ന ഹോട്ടലിൽ ഫുൾ പിക്സ് ആയിരുന്നു, പിന്നെ ഫുൾ ഇതായിരുന്നു. പിന്നെ അതേ പുറത്ത് നമ്മളൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ അതാണ് ഹൈലൈറ്റ്. കുതിരൻ്റെ മുകളിൽ കയറിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പടക്കം പൊട്ടലെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഫുൾ ഒച്ചപ്പാടാണ്, ബിക്കോസ് ആരും കല്യാണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചപ്പാടാണ് ഗൈസ്, ഫുൾ ഒച്ചപ്പാടാണ്. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, അത്ര ഒച്ചപ്പാടുണ്ട്. ഇവിടുത്തെ പരിപാടി ഞാൻ കാണിച്ചു തരാം. പുറത്തുമായിട്ട് കാണിച്ചു തരേണ്ടി വരും, അതുകൊണ്ട് ഫുഡെല്ലാം കഴിച്ചതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, വെഡ്ഡിങ്ങിനൊക്കെ ഹസ്ബൻഡ് വൈഫ് കുതിരൻ്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് ഇവിടെ പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് പടക്കോ അതും ഇതുമല്ല ഉണ്ടായിരുന്നു. നമ്മളിത് അങ്ങനെ നമ്മുടെ ഒരു സ്റ്റേറ്റിലിരുന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ജസ്റ്റ് ചെറിയ ഫുഡാണ് ഓർഡർ ചെയ്തത്. ഈ കാണുന്ന ഭംഗിയെല്ലാം നല്ല ഭംഗിയാണ്, ഫുഡും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിൻ്റെ പടക്കം ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് നല്ലോണം പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം പൊട്ടി. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാം പൊട്ടി. നമ്മളിങ്ങനെ നെഞ്ചത്തൊരു ഇടുപ്പുണ്ടാവില്ലേ പൊട്ടുമ്പോൾ, അങ്ങനത്തെ ഒരു ഇതിന് കുറേ നേരം കേട്ടോ, നിർത്താതെ പൊട്ടിക്കൊണ്ട് നിന്നിട്ടോ. അത് ആ വെഡ്ഡിങ്ങിൻ്റെ പാട്ടും ചെണ്ടമുട്ടലും എല്ലാം കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം തന്നെ അതുതന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പടക്കം പൊട്ടുന്ന കണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഹോട്ടലിൽ വന്ന ആൾക്കാരല്ല, ഫോട്ടോസും പിന്നെ ചുറ്റി കാണലായിരുന്നു. അങ്ങനെ ഞാനും കുറേ ചുറ്റി കണ്ടു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പാസ്തയും പെപ്സിയും മാത്രമായിരുന്നു. കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് സോസേജും അതൊക്കെ തിന്നാനുള്ളതുകൊണ്ട് അത് മാത്രമായിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കല്യാണം നമ്മൾ കണ്ടു. ഫുള്ള് ചെണ്ടമുട്ടലും ഹസ്ബൻഡ് ആൻഡ് വൈഫും മറ്റേ കുതിരൻ്റെ മുകളിൽ കയറലും പൊട്ടാസും അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ വാങ്ങിച്ച പാസ്ത ഇതാണ്, ആൽഫ്രഡോ. പക്ഷേ ഇവിടുത്തെ വെറൈറ്റി ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സബ്സ്ക്രൈബ്.